താമരശ്ശേരി ചുരത്തിൽ വീണ്ടും ശക്തമായ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. കല്ലും മണ്ണും തുടർച്ചയായി റോഡിലേക്ക് പതിക്കുകയാണ്. പ്രദേശത്ത് കനത്ത മഴയും തുടരുന്നുണ്ട്. ദീപക് മോഹനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ദീപക് മോഹൻ, വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകുന്നു. ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നലെ ഭാഗികമായൊക്കെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. പക്ഷേ ഇന്ന് സാഹചര്യം വീണ്ടും രൂക്ഷമാകുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? താമരശ്ശേരി ചുരത്തിൽ വീണ്ടും ശക്തമായ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട്. കല്ലും മണ്ണും തുടർച്ചയായി റോഡിലേക്ക് പതിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ റോഡ് പ്രദേശത്ത് കനത്ത മഴയും തുടരുന്നുണ്ട്. അതൊരു പ്രതിസന്ധിയായി മാറുകയാണ്. ഈ പ്രദേശത്ത് അവിടെ കല്ലും മണ്ണും തുടർച്ചയായി വീഴുന്നു. ഒപ്പം ചെളി നിറഞ്ഞ വെള്ളം അതാ റോഡിലൂടെ ഒഴുകുന്നത് നമുക്ക് കാണാം. വീണ്ടും അവിടെ നിന്ന് ആളുകളെ അടക്കം പറഞ്ഞിരുന്നു. ഇന്നലെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമൊക്കെ നടന്നിരുന്നു. അതിനുശേഷം ഇന്നും ഇപ്പോൾ വീണ്ടും സാഹചര്യം കൂടുതൽ വഷളാകുന്നു എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. മണ്ണും ചെളിയും നിറഞ്ഞ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മണ്ണിടിച്ചിൽ രൂക്ഷമാകുന്നു. ഒരു അപകടകരമായ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ ഭാഗത്തു കൂടിയുള്ള അവിടെ നിന്നുള്ള മറ്റു സാഹചര്യങ്ങളെല്ലാം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഭരണകൂടം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും താമരശ്ശേരി ചുരത്തിലാണ് ഇപ്പോൾ വീണ്ടും ശക്തമായ മണ്ണിടിച്ചിലടക്കം ഉണ്ടാകുന്നത്. കല്ലും മണ്ണും തുടർച്ചയായി പ്രദേശത്തേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുകയാണ്. കല്ലും മണ്ണുമൊക്കെ തുടർച്ചയായി റോഡിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ റോഡ് ഈ വഴിയുള്ള ഗതാഗതമൊക്കെ പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് പോകുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക. ആ ഭാഗം അത്ര സുരക്ഷിതമല്ലാത്ത രീതിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഭാഗികമായൊക്കെ പുനഃസ്ഥാപിക്കാൻ ശ്രമം നടന്നിരുന്നെങ്കിലും പക്ഷേ സാഹചര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകുന്ന സാഹചര്യത്തിൽ ഇനി എന്താകും എന്നടക്കം നോക്കി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. വാഹനങ്ങൾ കുറ്റ്യാടി ചുരം വഴി തിരിച്ചുവിടുകയാണ്. സാനിയോ മനോമയുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. സാനിയോ, കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. മണ്ണിടിച്ചിലൊക്കെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഈ മണ്ണിടിച്ചിൽ വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. കാരണം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ്, രാവിലെ മുതൽ തന്നെ മണ്ണിടിയുന്നുണ്ട്. പക്ഷെ കനത്ത മഴയാണ് എല്ലാത്തിനും പ്രതിസന്ധിയായി മുന്നിൽ വരുന്നത്. കാരണം കനത്ത മഴ കനക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നു. കൂടാതെ പാറക്കല്ലുകളും മറ്റും താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു വാഹനങ്ങളും അതുവഴി കടത്തിവിടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ചില വാഹനങ്ങൾ അവിടെ കുടുങ്ങിയ വാഹനങ്ങളെ മാത്രം കടത്തിവിടാൻ നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഏതായാലും വലിയ പ്രതിസന്ധി തന്നെയാണ് ഇപ്പോഴും അവിടെ എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അവിടെ നമ്മുടെ പ്രതിനിധി ദീപക് മോഹൻ അടക്കം ഉണ്ട്. പക്ഷേ റേഞ്ചിന്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് അവിടെ. ഏതായാലും അതേസമയം കോഴിക്കോട് ജില്ലയിലെ റവന്യൂ അധികൃതർ അവിടെ എത്തുന്നില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതി പരിഹരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ നിലവിൽ താഴേക്ക് വീണ മണ്ണും കല്ലും മാറ്റുമെന്നാണ് മനസ്സിലാക്കാനാവുന്നത്. പക്ഷെ ഒരു തരത്തിലും ഇനി അങ്ങോട്ടേക്ക് ഗതാഗതം സാധ്യമല്ലാത്ത തരത്തിലാണ് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ. ഇനി ഒരു വലിയ മഴ വന്ന് അവിടെ ബാക്കിയുള്ള മുഴുവൻ കല്ലും മണ്ണും താഴേക്ക് ഒലിച്ചിറങ്ങിയാൽ മാത്രമേ ഇനി അവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ. കാരണം ഇപ്പോഴും അതിന്റെ മുകൾ ഭാഗത്ത് വലിയ തരത്തിൽ കല്ലുകൾ ഇളകിക്കിടക്കുകയാണ്. മണ്ണ് ഒലിച്ചു പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ കല്ലുകൾ ഇളകി താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. അവിടെ വലിയ പ്രതിസന്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ സ്ഥലത്തെത്തിയെങ്കിലും അവരുടെയൊക്കെ നിയന്ത്രണത്തിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ദേശീയപാതയുടെ ഭാഗമാണ് ചുരം എന്നുള്ളതാണ്. രണ്ട് സംസ്ഥാനങ്ങളെ തന്നെ ബന്ധിപ്പിക്കുന്ന ഒരു പാതയാണ്. കർണാടകയെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു പാത എന്നുള്ള നിലയ്ക്ക് അതിന്റെ താമരശ്ശേരി ചുരത്തിന്റെ ഗതാഗത സാധ്യത വളരെ വലുതാണ്. അപ്പോൾ ചുരം അടച്ചിടുക എന്ന് പറയുമ്പോൾ അത് വലിയ തരത്തിൽ എല്ലാ വിനിമയങ്ങളെയും ബാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. കാരണം വയനാട്ടിലെ ജനങ്ങൾക്ക് നേരിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അടക്കം എത്താനുള്ള ഒരു സംവിധാനമാണ് ഈ ചുരം എന്ന് പറയുന്നത്. ചുരം ബ്ലോക്ക് ആവുകയാണെങ്കിൽ കൽപ്പറ്റയൊക്കെയുള്ള ആളുകൾ പിന്നീട് മാനന്തവാടി ചെന്ന് അവിടെ നിന്ന് കുറ്റ്യാടി ചുരം വഴി അങ്ങനെ പോരേണ്ടി വരും. അപ്പോൾ അത് ഒരുപാട് ദൂരം കൂടുതലായിരിക്കും. ആ ഒരു സാഹചര്യം അടക്കം മുന്നിൽ കണ്ടുകൊണ്ട് ചുരത്തിന്റെ പണി
ഏത് തരത്തിലാണ് ഈ പണി പുരോഗമിക്കേണ്ടത്. തുടരുക. ദീപക് മോഹൻ ചേരുന്നുണ്ട് ഈ സ്ഥലത്ത് നിന്ന്. ദീപക് മോഹൻ, ഇനിയിപ്പോ കല്ലും മണ്ണും മാറ്റാൻ ശ്രമിച്ചാൽ പോലും ആശങ്കയായി നിൽക്കുന്നത് അവിടെ നിന്ന് ഈ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു. ആളുകൾ അത് കൂടെ നടന്നു പോകുമ്പോൾ പോലും ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമുണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ മഴയടക്കം പ്രതിസന്ധിയായി നിൽക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ഇനി മനസ്സിലാക്കുന്നത്? ശ്രുതി, ആദ്യം അതായത് നിലവിൽ കനത്ത മഴ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. മഴയെ തുടർന്നാണ് നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തിന്റെ മുകൾ ഭാഗത്തുള്ള ഭാഗത്തു നിന്നുള്ള പാറകളും മണ്ണുമൊക്കെ വീണ്ടും മണ്ണിടിഞ്ഞ് ആ മേഖലയിലേക്ക് എത്തിയത്. ഇന്നലെ ആ റോഡിലെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ആ മേഖലയിലുള്ള കല്ലും മണ്ണുമൊക്കെ അവിടെ നിന്ന് എടുത്തു മാറ്റിയിരുന്നു. ആ ഭാഗത്ത്, അതായത് ഈ മണ്ണിടിച്ചിലുണ്ടായതിന്റെ ചുരം റോഡിനോട് ചേർന്നുള്ള താഴ്ന്ന ഭാഗത്ത് ഒരു ബെഡ് പോലെ, ഒരു തടയണ പോലെ ഉണ്ടാക്കി ആ ഭാഗത്ത്, അതായത് മുകളിൽ നിന്ന് കൂടുതൽ കല്ല് വരികയാണെങ്കിൽ അത് റോഡിലേക്ക് പതിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളൊക്കെ തന്നെ ഇന്നലെ ഇവിടെ നടത്തിയ ഈ ദൗത്യം നടത്തിയ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളൊക്കെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല എന്നാണ് പറയുക. അതായത് ഇന്ന് രാവിലെ മുതൽ തന്നെ മഴയുണ്ട്. അല്പം മുമ്പ് മഴ കനത്തതോടുകൂടിയാണ് വലിയ തോതിൽ മുകൾ ഭാഗത്ത് നിന്ന് പാറയും മണ്ണുമൊക്കെ പതിച്ച് റോഡിലേക്ക് പതിച്ചതൊപ്പം മരങ്ങളും കടപുഴകി വീഴുകയുണ്ടായി. ആ മേഖലയിൽ ഉണ്ടായിരുന്ന ഫയർഫോഴ്സും ഒപ്പം പോലീസും വനംവകുപ്പും സന്നദ്ധ പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ, ചുരം സംരക്ഷണ സമിതി, അതുപോലെ തന്നെ ചുരം ബ്രിഗേഡ് സമിതിയുള്ള ആളുകളൊക്കെ, നിരവധി ആളുകൾ സന്നദ്ധ പ്രവർത്തകർ ആ മേഖലയിൽ ഉണ്ടായിരുന്നു. അവരെയൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഒപ്പം മാധ്യമപ്രവർത്തകർക്കും ആ ഭാഗത്തേക്ക് പോകുന്നതിന് നിയന്ത്രണങ്ങളുണ്ട്. വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി. ഒപ്പം മുകൾ ഭാഗത്തു നിന്ന് വലിയ കുത്തൊഴുക്കുമുണ്ടായി. ചെളി കലങ്ങി മറിഞ്ഞൊഴുകി ഈ ചുരത്തിന്റെ റോഡിനരികിലൂടെയെല്ലാം കുത്തിമറിഞ്ഞ് ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം. മാത്രമല്ല ആ ഭാഗത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളൊക്കെ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ അവിടെ നിന്ന് ആളുകളൊക്കെ മാറ്റി ഒന്നിച്ച് അങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. താഴ്മക്കളുണ്ട്. ഇപ്പോൾ അവിടെ ആളുകൾ ആരും തന്നെ പാലം ആക്കിയിട്ടില്ല. പോലീസുകളെ വിട്ട് അങ്ങോട്ടും മാറ്റി. നിങ്ങളടക്കമുള്ള മാധ്യമ പ്രവർത്തകരെ തന്നെ മാറ്റി നമ്മൾ ഒന്നിച്ചാണല്ലോ ചുരം അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താ ബന്ധപ്പെട്ട് പറഞ്ഞിട്ട് ഫയർഫോഴ്സ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ താൽക്കാലികമായിട്ട് ആ രക്ഷാപ്രവർത്തനം നിർത്തി വെച്ചിട്ടുണ്ട് എന്നിപ്പോൾ പോലും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതെല്ലാം മാധ്യമ അതായത് നിലവിൽ ആ ഭാഗത്തു നിന്ന് ആളുകളെയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ ജീവനക്കാരടക്കം ആ മേഖലയിൽ ഉണ്ടായിരുന്നു. അവർ രാവിലെ മുതൽ തന്നെ കാര്യങ്ങളൊക്കെ കൃത്യമായി നിരീക്ഷിച്ച് അവിടെ നിന്ന് ആളുകളെ മാറ്റാനുള്ള നടപടികൾ ചെയ്തു. ഇതിപ്പോൾ കനത്ത മഴയായതുകൊണ്ട് തന്നെ ആ ഭാഗത്തെ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള മണ്ണും ചളിയുമൊന്നും എടുത്തു മാറ്റുക സാധ്യമല്ല. റോഡിന് പകുതിയോളം ഭാഗത്ത് തന്നെ ഇപ്പോൾ നിലവിൽ വലിയ പാറകളും മണ്ണും ചെളിയുമൊക്കെ വന്നടിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മഴ മാറിയാൽ മാത്രമേ എന്തെങ്കിലും ഒരു കാര്യം, അതായത് അവിടെയുള്ള ആ കല്ലും മണ്ണുമൊക്കെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടൽ നടത്താൻ കഴിയൂ എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തെ വയനാട് കളക്ടർ അടക്കമുള്ള ആളുകൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിച്ച വിവരം.